എങ്ങനെയാണ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് വാസനകൾ കൊണ്ടുപോകുന്നത്? അതിസൂക്ഷ്മ ഭാവത്തിൽ നിന്ന്. വാസനകൾ സൂക്ഷ്മമാണ്, കാരണമല്ല. എന്നാൽ ഈ സൂക്ഷ്മഭാവത്തിലുള്ള വാസനകൾ കാരണഭാവത്തെ പ്രാപിക്കും. ആ കാരണത്തോടു കൂടിയാണ്, കാരണഭാവത്തിൽ പ്രാപിച്ച വാസനകളാണ് കൊണ്ടുപോകപ്പെടുന്നത്. സൂക്ഷ്മ ശരീരം മുഴുവൻ സൂക്ഷ്മ ശരീരങ്ങളുടെയും സൂക്ഷ്മ ശരീര അംഗങ്ങളുടെയും കാരണഭാവം അടുത്ത സ്ഥൂല സൂക്ഷ്മദേഹങ്ങൾക്ക് കാരണമാകുന്നു. അതിനെ എത്തിക്കുന്ന പണി ഉദാനൻ്റെ പണി. പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാനും മനസ്സിലാക്കിപ്പിക്കാനും വളരെ പണിയാണ്, വളരെ വിഷമാണ്. പക്ഷേ ഇപ്പോൾ വളരെ എളുപ്പമാണ്. പണ്ടിപ്പോൾ 1,00,000 പേജുള്ള ഒരു പുസ്തകം അല്ലെങ്കിൽ 20 ലക്ഷം പേജുള്ള ഒരു പുസ്തകം എടുത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ മനുഷ്യസാധ്യമല്ല. ഇന്നിപ്പോൾ 20 ലക്ഷം പേജുള്ളൊരു പുസ്തകം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അത്ര പോലും വലുപ്പം ആവശ്യമില്ല. അത്രയും അതിനെ കംപ്രസ് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും, എങ്ങോട്ടും എത്തിക്കാൻ പറ്റും. അതിസൂക്ഷ്മ ഭാവത്തിലേക്ക് അത് ഉദാനം കൊണ്ടുപോകും. എന്നിട്ട് അവിടുന്ന് വികസിതാവും. അതോരോ ജീവനിലും ആലേഖനം ചെയ്യപ്പെടാൻ ഇടമേ വേണ്ട, അത്ര സൂക്ഷ്മമാണ്. അതിൽ മുഴുവൻ സംസ്കാരങ്ങളും ഉണ്ടാവും, മുഴുവൻ.